ഏഴാം ഘട്ട വോട്ടെടുപ്പിന് പിന്നാലെ ബംഗാളിൽ സംഘർഷം. തൃണമൂൽ കോൺഗ്രസ് ഓഫീസിന് നേരെയും BJP പ്രവർത്തകന്റെ വീടിന് നേരെയും ബോംബേറുണ്ടായി. നാദിയ ജില്ലയിൽ BJP പ്രവർത്തകനായ ഹഫീസുൽ ഷെയ്ഖ് കൊല്ലപ്പെട്ടു. നിതിൻ അംബുജൻ കൊൽക്കത്തയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം നിതിൻ, ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ആണ് പുതിയ വിവരങ്ങൾ? വേണു, ഏഴാം ഘട്ട വോട്ടെടുപ്പിന് പിന്നാലെ ബംഗാളിൽ വ്യാപകമായ സംഘർഷമാണ് ഉണ്ടായത്. ബംഗാളിലെ ബരക്പൂരിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസിന് നേരെയാണ് ഇന്നലെ രാത്രി ബോംബേറുണ്ടായത്. അതോടൊപ്പം തന്നെ BJP പ്രവർത്തകന്റെ വീട്ടിന് നേരെയും ബോംബേറുണ്ടായി. അതേസമയം തന്നെ നാദിയ ജില്ലയിൽ BJP പ്രവർത്തകൻ വെടിയേറ്റ് മരിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പാർട്ടിയിൽ ചേർന്ന ഹഫീസുൽ ഷെയ്ഖ് എന്ന BJP പ്രവർത്തകനാണ് ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് BJP ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെ ബോംബേറടക്കമുള്ള സംഘർഷങ്ങൾക്കും പിന്നിൽ BJP ആണെന്നാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത്. അങ്ങനെ ആറാം ഘട്ട വോട്ടെടുപ്പിന് പിന്നാലെയും അതിനു മുൻപ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പിന് പിന്നാലെയും ബംഗാളിലെ വിവിധ ഇടങ്ങളിൽ സംഘർഷമുണ്ടായിരുന്നു. സമാനമായ നിലയിൽ തന്നെ ഏഴാം ഘട്ട വോട്ടെടുപ്പിന് ശേഷവും ഇപ്പോൾ സംഘർഷമുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, മറ്റന്നാളാണ് ജനവിധി. സ്വാഭാവികമായിട്ടും വലിയ തരത്തിലുള്ളൊരു സംഘർഷത്തിന് സാധ്യതയുള്ളൊരു സ്ഥലം കൂടിയാണ് ബംഗാൾ. അത് മുന്നോടിയായി കണ്ടുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു. ഏതാണ്ട് 950 കമ്പനി കേന്ദ്ര സേനയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ശക്തമായ സുരക്ഷാ വിന്യാസം ഒരുക്കി തന്നെയാണ് മറ്റന്നാളത്തെ ജനവിധി സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. വേണു, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരിക്കുകയാണല്ലോ, എങ്ങനെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അതിനെ വിലയിരുത്തുന്നത്, പ്രത്യേകിച്ചും തൃണമൂൽ കേന്ദ്രങ്ങൾ? കാരണം വളരെ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാകുമെന്നാണ് ഭൂരിഭാഗം സർവേകളും പറയുന്നത്. വേണു, ഈ എക്സിറ്റ് പോൾ പ്രവചനത്തെ തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണമായും തള്ളുകയാണ്. പക്ഷെ അപ്പോഴും ഇതിന്റെ ചില യാഥാർത്ഥ്യങ്ങൾ പരിശോധിച്ചാൽ 2019 സമാനമായ നിലയിൽ തന്നെ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കുമെന്നായിരുന്നു തൃണമൂൽ അന്നത്തെ എക്സിറ്റ് പോൾ പ്രവചനം ഉണ്ടായിരുന്നത്. ഏതാണ്ട് 20 സീറ്റ് വരെ നേടുമെന്നായിരുന്നു അന്നത്തെ എക്സിറ്റ് പോൾ പ്രവചനം. പക്ഷേ ഏതാണ്ട് ആ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു പിന്നീടുണ്ടായ കണക്കുകൾ. കാരണം 18 MP-മാർക്ക് അന്ന് ബംഗാളിൽ നിന്ന് BJP പാർലമെന്റിൽ എത്തിച്ചു. അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, 2014 മോദി തരംഗത്തിൽ 2 MP-മാർ മാത്രമേ ബംഗാളിൽ നിന്ന് BJPക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2019 എത്തുമ്പോൾ 18 MP-മാരായി സംഖ്യ ഉയർത്തി. ഇത്തവണ 25-ലധികം സീറ്റുകൾ നേടുമെന്നാണ് BJP കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ. പക്ഷേ ചില എക്സിറ്റ് പോൾ പ്രവചനമെല്ലാം തന്നെ ഏതാണ്ട് ആ കണക്കുകളോടെല്ലാം തന്നെ യോജിക്കുന്ന തരത്തിലൊരു ചില വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ അതെല്ലാം തന്നെ പൂർണ്ണമായും തള്ളുകയാണ്. കാരണം തങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾക്ക് യാതൊരു തരത്തിലും കോട്ടം സംഭവിച്ചിട്ടില്ല. മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസ് കേന്ദ്രങ്ങളിലേക്ക് BJPക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത തരത്തിൽ തന്നെ ഇത്തവണ BJP പരാജയപ്പെടും എന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഇന്നിപ്പോൾ ഈ ഏഴാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി മമതാ ബാനർജി മറ്റ് മുതിർന്ന തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും ഇന്ന് വൈകിട്ടോട് തന്നെ ഒരു യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ തരത്തിലാണ് വോട്ടെടുപ്പിന്റെ കണക്കൂട്ടലെന്ന് തന്നെ ഈ യോഗം വിലയിരുത്തും. മാത്രമല്ല, മറ്റന്നാൾ സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് ഈ എക്സിറ്റ് പോൾ പ്രവചനത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഒരു ജനവിധിയാകും സംസ്ഥാനത്ത് ഉണ്ടാകൂ എന്ന പ്രതികരണമാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത്. എന്തായാലും എന്ത് വിധിയായാലും സ്വാഭാവികമായിട്ടും അത് ബംഗാളിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിലകം വലിയ ചലനങ്ങൾക്ക് ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു വിധിയാകും ബംഗാളിലേത്. കാരണം ഉത്തർപ്രദേശിനും മഹാരാഷ്ട്രയ്ക്കും ശേഷം ഏറ്റവും കൂടുതൽ അംഗങ്ങൾ സംഭാവന ചെയ്യുന്ന സംസ്ഥാനമാണ്. മാത്രമല്ല, BJPക്ക് വലിയ മേൽക്കൈ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം അത് വലിയ രാഷ്ട്രീയത്തിലേക്ക് എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് തൃണമൂൽ കോൺഗ്രസിനൊട്ടും ആശ്വാസകരമല്ല. എന്നാൽ ആ എക്സിറ്റ് പോൾ ഫലങ്ങളെ തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണമായും തള്ളുകയാണ്.